അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടുത്തെ വഴിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എത്തി നിൽക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവിലേക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചു. ഇനിയുള്ള ദൗത്യം ആ മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ദഅവത്ത് എന്ന് പറയുന്ന പുതിയൊരു അധ്യായം ആരംഭിക്കുന്നത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക, അതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തയ്യാറാവുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷേ ആ ക്ഷണം ആരംഭിക്കുന്നത് വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ നിന്നുകൊണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഇസ്ലാമിൻ്റെ സന്ദേശം പങ്കുവെച്ചത് അവിടുത്തെ ഏറ്റവും അടുത്ത കുടുംബക്കാരോടാണ്. ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന്, പിന്നെ ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, അതുപോലെ തന്നെ വിശ്വസിച്ചവരിൽ നിന്ന്. അങ്ങനെ ആ സത്യത്തിൻ്റെ സന്ദേശം ഓരോരോ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ എത്തി തുടങ്ങുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിശ്വസിച്ചു. തൻ്റെ കുടുംബക്കാരിൽ നിന്നൊക്കെ പല ആളുകളും ഈ ഒരു സന്ദേശം സ്വീകരിച്ചു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അന്ന് തന്നെ സ്വീകരിച്ച മഹാന്മാരിൽ പെട്ട ആളുകളാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ സത്യത്തിൻ്റെ ശക്തി ഒരിക്കലും എണ്ണത്തിലല്ലല്ലോ. ഒരു മനുഷ്യൻ സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിനോടൊപ്പം നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു തുടക്കമാണ്. ഇന്ന് നമുക്കൊക്കെ വലിയ വലിയ പരിപാടികൾ തുടങ്ങണമെന്നുണ്ടാകും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ടാകും, വലിയ വലിയ വേദികൾ ആഗ്രഹിക്കും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിൻ്റെ തുടക്കം നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞവരിൽ നിന്ന് എന്നുള്ളതാണ്. മാറ്റം എന്നുള്ളത് തുടങ്ങുന്നത് തന്നെ ചെറിയ ഹൃദയങ്ങളിൽ നിന്നാണ്. ആദ്യം ഒരു ഹൃദയം മാറുന്നു, പിന്നെ മറ്റൊരു ഹൃദയത്തിലേക്ക് അതെത്തുന്നു, ആ ഹൃദയം മാറുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുവഴി ഒരു ചെറിയ സംഘം രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും ഒരു ചെറിയ സംഘമായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടു. അവർ മക്കയിലെ ചില സ്ഥലങ്ങളിൽ രഹസ്യമായി കൂടിച്ചേരുകയും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പരസ്പരം കൈമാറുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ മുന്നിൽ ഒരിക്കലും വളരെയേറെ എളുപ്പമുള്ള ഒരു ജീവിതം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്കൊക്കെ ഒരു കാര്യം വളരെയേറെ വ്യക്തമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളും ഇല്ല എന്നുള്ളത്. ഇതായിരുന്നു ആ സന്ദേശത്തിൻ്റെ ഹൃദയം എന്നുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ മാത്രം വിശ്വസിക്കുക, അവൻ്റെ കൽപ്പനകൾക്ക് കീഴടങ്ങുക, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിലേക്ക് മനുഷ്യരെയെല്ലാം തിരികെ കൊണ്ടുവരിക. ഇങ്ങനെ മക്കയുടെ മണ്ണിൽ ഒരു ചെറിയ വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. പുറത്തു നോക്കുമ്പോൾ അത് വളരെ ചെറുതാ. അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നത് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സന്ദേശമായിരുന്നു. ഇവിടെ നമ്മുടെ ജീവിതവുമായി നാം താരതമ്യപ്പെടുത്തേണ്ട വലിയൊരു പാടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മ അത് ചെറുതാണ് എന്ന് കരുതി ഒരിക്കലും അതിനെ ഉപേക്ഷിച്ചു പോകരുത്. ഒരു നല്ല വാക്ക് മതി, ഒരാളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക പോലത്തത് മതി, ഒരു ചെറിയ ഖുർആൻ വചനം പഠിപ്പിക്കുന്നത് മതി, അതുപോലെ വിഷമിക്കുന്ന ഒരാളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ഇവയൊക്കെ നമുക്ക് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനുള്ള പ്രതിഫലം വളരെ വലുതാണ്. ഒരു ചെറിയ നന്മ മതി, പിന്നീട് അത് വലിയൊരു മാറ്റങ്ങളിലേക്ക് തന്നെ കാരണമായേക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിൻ്റെ ആദ്യ ചുവടുകളൊക്കെ അങ്ങനെയായിരുന്നു. ചെറിയൊരു കൂട്ടം, പക്ഷെ അവർക്ക് ഉറച്ച വിശ്വാസമായിരുന്നു. ചെറിയൊരു തുടക്കം, പക്ഷെ അവരുടെ ദൗത്യം വലുതായിരുന്നു. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും കൂടി ഈ ഒരു സന്ദേശത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ ദഅവത്ത് അടുത്ത ബന്ധങ്ങളിൽ നിന്ന് അത് പുറത്തേക്ക് ഇനി പടർന്ന് പന്തലിക്കണം. മക്കയിലെ കൂടുതൽ മനുഷ്യരിലേക്കെല്ലാം ഈ സന്ദേശം എത്തണം. അതിനായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ നിർദ്ദേശം വരികയാണ്. ഇനി ആ വിളി കൂടുതൽ ആളുകളിലേക്ക് പടരാൻ പോവുകയാണ്. മക്കയിലെ ഒരു മലയുടെ മുകളിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെല്ലാവരെയും വിളിക്കുകയാണ്. ആ ഒരു വിളി മക്കയിലെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ വഴിയിൽ അടുത്ത ചുവട് ഒരു മലമുകളിൽ കയറിയുള്ള ആ ഒരു വിളിയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.